കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു ഗ്രാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിമനോഹരമായ ദൈവത്തിന്റെ സ്വന്തം നാടാണ് ഞങ്ങളുടെ ഗ്രാമം കേട്ടോ. രാവിലെ ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ കാഴ്ച ഇതൊക്കെയാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ. ആദ്യമൊക്കെ അതിശയമാണെങ്കിലും പിന്നീട് നിങ്ങൾക്ക് അതൊന്നും ഒരു അതിശയമായിട്ട് തോന്നത്തില്ല. കാരണം ഇവരുടെ നിത്യ തൊഴിൽ അഭ്യാസം ഈ ചൂണ്ടയിടലും വല വീശലും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് ഞങ്ങളുടേത്. ഇതാണ് നമ്മുടെ ചുങ്കം പാലം. ചുങ്കം പാലത്തിൽ നിന്ന് വല വീശുകാരുടെ ബഹളമാണ് കേട്ടോ. ഈ പാലത്തിൽ നിന്നും വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ മീൻ ഉറപ്പെന്നാണ് പൊതുവെയുള്ള സംസാരം. അത് കാരണം ഇടവിട്ട് പല സ്ഥലത്തു നിന്നും വീശുകാർ വന്ന് അങ്ങ് വീശല. ഇവിടെ ഉള്ളവരും കാണും കേട്ടോ. കൂടുതലും ഇവിടെ ചൂണ്ടയിടാൻ വേണ്ടി മത്സരമാണ്. കാരണം ഇവിടെ ഉള്ളവരെക്കാട്ടി കൂടുതൽ പുറത്തുനിന്ന് ഉള്ളവരാണ് കേട്ടോ ചൂണ്ടയിടാൻ. എല്ലാവർക്കും ഒരു രസമല്ലേ. പിന്നെ മീൻ പിടിക്കുന്നത് കാണാനും, പിന്നെ നമ്മൾ തന്നെ പിടിക്കുന്ന മീൻ വെച്ച് നമുക്ക് കറി വെച്ച് കൂട്ടുമ്പോഴൊക്കെ ഒരു പ്രത്യേക ആത്മസംതൃപ്തിയാണ് കിട്ടുന്നത്. അടുത്ത ആളാണ് വീശാൻ നിൽക്കുന്നത്. ഇനി ചേട്ടന്റെ ഊഴമാണ്. നമ്മുടെ ഇക്ക വീശിയിട്ട് ഇക്കാക്ക് ഒന്നും കിട്ടിയില്ല. കാരണം ഇതൊക്കെ ഒരു ഭാഗ്യ പരീക്ഷണമാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. അങ്ങനെ എറിഞ്ഞങ്ങ് വീശുവാണ്. നോക്കിയേ, ആ കറക്കം തന്നെ ഒന്ന് കാണേണ്ട കാഴ്ചയാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇക്കാക്ക് ഒന്നും കിട്ടിയില്ലെന്ന്. പക്ഷെ ഒരു പ്രാവശ്യം കിട്ടിയില്ലെന്ന് പറഞ്ഞ് നമ്മള് മടുത്തങ്ങ് പിന്മാറല്ലോ. നമ്മള് വീണ്ടും വല എറിയണം. അതൊക്കെ ഒരു ഭാഗ്യ പരീക്ഷണമാ. ഇപ്പൊ കിട്ടിയില്ലല്ലോ, അടുത്ത പ്രാവശ്യം എറിയുമ്പോ ചിലപ്പോ വല നിറയെ മീനായിരിക്കും. ഇവിടെ വീശുന്നവർക്ക് എല്ലാവർക്കും നിറയെ മീനാണ് കേട്ടോ. എന്ത് രസമാന്ന് നോക്കി കണ്ടാ. ഞങ്ങളുടെ നാടിന്റെ അവസ്ഥ ഇതാണ് കേട്ടാ. അടുത്ത ആള് വീശാൻ വന്നേക്കുവാ. ഒരാള് പോകുമ്പോ അടുത്ത ആള്, പിന്നെ ഇവര് കൂട്ടമായിട്ട് നിന്നും വീശുക. അതൊക്കെ കാണേണ്ട കാഴ്ചയാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിലേക്കൊക്കെ നിങ്ങളൊന്ന് ഇറങ്ങണം കേട്ടോ. നിങ്ങളുടെ നാടിന്റെ അവസ്ഥ മഴ പെയ്യുമ്പോ എങ്ങനെയാണ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. മഴ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാടിന്റെ അവസ്ഥ ഇതാണ്. ആൾക്കാർക്കൊന്നും ഉറക്കമില്ല. കാരണം മീൻ പിടിക്കണം എന്നുള്ള ഒരൊറ്റ വിചാരം മാത്രമേ ഉള്ളൂ. ഇവിടെ ഉള്ളവരാരും പുറത്തൊന്നും മീൻ മേടിക്കാറില്ല കേട്ടോ. അവര് തന്നെ വീശി പിടിക്കുക, അല്ലെങ്കിൽ ചൂണ്ടയിട്ട് പിടിക്കുന്ന മീനായിരിക്കും മിക്കവരും കറി വെക്കുന്നത് തന്നെ. വല്ലപ്പോഴൊക്കെ കടൽ മീൻ മേടിച്ച് അവരൊക്കെ ഒരു ഭാഗ്യമല്ലേ അല്ലേ. ഇതാഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വന്ന് താമസിക്കാനും ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാൻ. ഹൗസ് ബോട്ട് പോകുന്നോണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹൗസ് ബോട്ടിലും പോകാൻ പറ്റും കേട്ടോ. പിന്നെ ഗവൺമെന്റിന്റെ ബോട്ടുണ്ട്, ബോട്ട് ജെട്ടിയുണ്ട്, കൂടാതെ ഹൗസ് ബോട്ടുണ്ട്. അടിപൊളിയാണ്. അടുത്ത ആള് ഇനി വീശാൻ പോവാണ്. കണ്ട ആ വീശലൊക്കെ ഒന്ന് കണ്ട. ഇച്ചിരിയും കൂടെ വിരിയാനുണ്ട്. ഇച്ചിരിയും കൂടെ വിരിഞ്ഞിരുന്നെങ്കിൽ ഒന്നും കൂടെ മീൻ കിട്ടും. എന്തായാലും കുറെ പേര് ഇതുപോലെ മീൻ പിടിക്കുന്ന കാണാൻ വേണ്ടി നിൽക്കുവാണ് കേട്ടോ. ഇവിടെ ഉള്ളവരൊന്നുമല്ല, പുറത്ത് നിന്ന് വന്നവരാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ ഈ ദൈവത്തിന്റെ സ്വന്തം നാട് കേട്ടോ. എന്താന്നറിയത്തില്ല, ഞങ്ങളുടെ നാടിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇത് പറയുമ്പോ നിങ്ങൾ ചിന്തിക്കും, ഞങ്ങളുടെ നാടെന്ന് പറയുന്നത് ഞങ്ങളുടെ നാട് ഏതാന്ന് മാത്രം നിങ്ങൾ പറയുന്നില്ലെന്ന്. ഇത് കുറച്ചു പേർക്ക് കണ്ടപ്പോ മനസ്സിലാകും, ദേടാ നമ്മുടെ നാട്ടിലാണിത് എന്നൊക്കെ പറയും. അറിയുന്നവർക്ക് അറിയാം കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ഇടയ്ക്കെങ്കിലും ഒക്കെ ഞങ്ങളുടെ ഈ കുഞ്ഞു ഗ്രാമത്തിലേക്ക് നിങ്ങൾ ഇറങ്ങണം കേട്ടോ. ഇതൊന്നും അല്ല കാണാതിരിക്കുന്ന കാഴ്ചതേ ഭാഗ്യമുണ്ട് കേട്ടോ. കണ്ട അങ്ങനെ നമ്മുടെ ഈക്കാക്ക് കിട്ടി കേട്ടോ. കണ്ണി, വലിയ കണ്ണി. നേരത്തെ വീശവർക്ക് കുറെ കണ്ണി കിട്ടിയായിരുന്നു. കൂട്ടത്തോടെ കണ്ണി വന്നായിരുന്നു കേട്ടോ. പിന്നെ നല്ല വെള്ളപ്പൊക്കമാണ്. നോക്കിക്കേ. ഇനി അടുത്ത ഭാഗത്തോട്ട് പോകുമ്പോ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ചുങ്കം കുട്ടനാട്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പ്രായഭേദ്യം എല്ലാവരെയും കുലത്തൊഴില് ഈ ചൂണ്ടയിടലും വലവീശലൊക്കെയാണെന്ന് നമുക്ക് ഇതിലെ കൂടെ പോകുമ്പോ തന്നെ കാണാം. നല്ല രസവുമാണ്, ഒരു ടൈം പാസുമാണ്. ചൂണ്ടയിടാനും വലവീശാനൊക്കെ ഇഷ്ടമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. എന്താ ചേട്ടൻ ചൂണ്ടയിട്ടോണ്ടിരിക്കുവാണ്. അങ്ങനെ ഞങ്ങള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതേ കാണാൻ പറ്റത്തുള്ളൂ. കണ്ട ഇങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ.
കൊറേ ഫ്രീക്കന്മാരും വന്നിട്ടുണ്ട്. അടിപൊളി കാഴ്ച ചേട്ടാ. ഒരു ചേട്ടൻ വലയൊക്കെ ഇങ്ങനെ കരക്കിട്ടിട്ട് അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ ബോട്ട് ചെട്ടിയാണ് കേട്ടാ. ബോട്ടുകളൊക്കെ ഇവിടെ വരും, ഗവൺമെന്റിന്റെ ബോട്ടുകള് കേട്ടാ. കൊറേ ഫ്രീക്കന്മാരെ അവിടെ വന്ന് ഇടുന്നുണ്ട്. കണ്ടാ ഒരു ചേച്ചി ചൂണ്ടയിടുന്ന കണ്ടാ. ഇതൊക്കെ നിങ്ങൾക്കൊക്കെ കാണുമ്പോ അതിശയം തോന്നും കേട്ടോ. ഇവിടെ ഇതൊന്നും ആരും മൈൻഡ് ചെയ്യത്തില്ല. ഫാമിലിയായിട്ടും ഫ്രണ്ട്സും ആയിട്ടൊക്കെ വന്ന് ഒരുപാട് പേര് പുറത്തുനിന്ന് ചൂണ്ടയിടുന്നുണ്ട്. ദേ നമ്മുടെ അമ്മച്ചി പോകുന്നു. അമ്മച്ചി ചൂണ്ടയിടുന്നുണ്ടാ? എന്തെങ്കിലും കിട്ടിയാ? കിട്ടിയാ ഇടുന്നുണ്ടാ? ആ അവിടെ നിൽക്കി. ഞാൻ അമ്മച്ചിടുക്കെ ചൂണ്ടയിടുന്ന കാര്യങ്ങളൊക്കെ തിരക്കി കരിമീനെ പിടിക്കാൻ പോവുക. കിട്ടത്തില്ലല്ലോ. കരിമീനല്ലേ? അത് വലിയ ചൂണ്ടൊക്കെ നടുക്കടിച്ച കിട്ടും. ജെട്ടി നിൽക്കുന്നവർക്കാണോ വാള കിട്ടിയത്? ആണാ, ഞാൻ കണ്ട്. വലിയ ചൂണ്ടയല്ലേ, നടുക്കൊക്കെ അടിച്ച കിട്ടത്തില്ല. ഊരി എടുക്കാനേ പറ്റുന്നില്ല. കിട്ടുന്നില്ല അല്ലേ? വെള്ളം കൂടുതലാണല്ലോ അമ്മ. നല്ല ആ. അമ്മയൊക്കെ കടൽ മീൻ മേടിക്കാറില്ലേ? വില എങ്ങനെയുണ്ടമ്മ? ആ 400 രൂപ 1 കിലോ. അപ്പൊ ഇങ്ങനെ മീൻ കിട്ടിയാലും മുതലാകത്തുള്ളല്ലേ? ഇപ്പൊ മിക്കവരും ഈശാൻ ഇറങ്ങിയേക്കുന്ന ചൂണ്ടയിടാനൊക്കെ മീൻ കൂട്ടാനാന്നാ പറയുന്ന. കാരണം മാർഗമില്ലെന്ന്. മീൻ കൂട്ടി ശീലിച്ചവർക്ക് കൂട്ടാതിരിക്കാൻ പറ്റുവാ? പൊത്തലും കുറവാണ് അത് കാരണം. എന്താന്നറിയില്ല, ഇന്ന് അമ്മച്ചി ചൂണ്ടയിട്ടിട്ട് മീനൊന്നും കിട്ടുന്നില്ല. ഒരു കുറുവപ്പരല് മാത്രമാണ് കിട്ടിയത്. സാധാരണ അമ്മച്ചി ഉച്ചക്ക് കിടന്ന് ഉറങ്ങത്തേ ഇല്ല. ഉറങ്ങാതെ വൈകുന്നേരം വരെ ചൂണ്ടയിട്ടാൽ 2 വീട്ടിലുള്ള കറിക്കുള്ള മീനുമായിട്ടേ പോകത്തുള്ളൂ. ഇന്ന് ആകെ നിരാശയാണ് അമ്മച്ചിക്ക് കിട്ടാതെ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് നടക്കുമായിരുന്നു. അപ്പൊ ഞാനും അമ്മച്ചിയായിട്ട് പോയിന്ന് വീണ്ടും ചൂണ്ടയിട്ട്. പക്ഷെ എനിക്കും അമ്മച്ചിക്കും ഒന്നും കിട്ടുന്നില്ല. തൂളിയാണ്, കൊത്തുന്നുണ്ട്, പക്ഷെ ഒന്നും ഉടക്കുന്നില്ല കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവർക്ക് ടാറ്റാ ബൈ ബൈ, സീ യു.